അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു ഷഹനാസ് ആർട്ട് ഗാലറി. എല്ലാവർക്കും സ്വാഗതം. മഴയായി, പനിയായി, ക്ഷീണമായി, കിടപ്പിലൊക്കെ ആയിരുന്നു. പക്ഷെ നമ്മൾ പെരുന്നാളെന്ന് കേട്ടപ്പോൾ വീണ്ടും നമ്മൾ സടപടഞ്ഞ് എണീറ്റയാണ് കേട്ടോ. നമുക്ക് പെരുന്നാൾ കഴിഞ്ഞ ദിവസമായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ പെരുന്നാൾക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇച്ചിരി പ്രത്യേകത കൂടുതലാണ്. കാരണം എല്ലാ തവണയും ഞാൻ കൊല്ലത്ത് ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരിക്കും. പക്ഷേ ഇത്തവണ ഞാൻ മലപ്പുറത്ത് ഉപ്പായും ബ്രദറൊക്കെ വന്ന ആ ഒരു സന്തോഷത്തിൽ നമ്മുടെ വീട്ടിലാണ് പെരുന്നാൾ ആഘോഷിച്ചത്. അപ്പോൾ പെരുന്നാളെന്ന് പറയുമ്പോൾ തലേ ദിവസത്തെ മൈലാഞ്ചിയിൽ തുടങ്ങി പിറ്റേ ദിവസം നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ബിരിയാണിയും ചിക്കൻ ഫ്രൈയും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഈ ഫുഡ് കഴിക്കലും മൈലാഞ്ചി ഇടലും ഒന്നുമല്ലല്ലോ നമ്മുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പം പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് എല്ലാവരുമൊക്കെ വന്ന് തുടങ്ങിയപ്പോഴേക്കും നമ്മുടെ കസിൻസും റിലേറ്റീവ്സ് എല്ലാവരും വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. കാരണം നമ്മൾ റിലേറ്റീവ്സിനെയൊക്കെ എല്ലാവരെയും കാണുന്ന ഒരു സന്ദർഭം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ആഘോഷങ്ങളൊക്കെ തന്നെയാണ്. അല്ലാതെ നമുക്ക് എല്ലാവരും കൂടെ ചേർന്ന് എല്ലാവരും കൂടെ കാണാനുള്ള ചാൻസൊക്കെ കുറവായിരുന്നു. അപ്പോൾ ഇത്തവണ എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ളൊരു ആഘോഷത്തിൻ്റെ രാവായിരുന്നു നമ്മുടെ പെരുന്നാൾ. അപ്പം നമ്മുടെ കസിൻസിൽ പാട്ടുകാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പാട്ടുകാരെയൊക്കെ വെച്ച് നമ്മൾ ചെറിയ രീതിയിലൊരു അന്താക്ഷരിയും പാട്ടും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. മാണിക്കക്കല്ലേ മഞ്ചത്തിപ്പൂവേ ചെമ്പകവല്ലിക വാസനറാണി കാർമുടി വണ്ടിയുടെ പൂരകം ചൂടാൻ മർഹബാ. മാണിക്കക്കല്ലേ മഞ്ചത്തിപ്പൂവേ ചെമ്പകവല്ലിക വാസനറാണി കാർമുടി വണ്ടിയുടെ പൂരകം ചൂടാൻ മർഹബാ. നീ കിലുകിലുങ്ങണ വളയണിയടി തേനലങ്കാരി, നീ കുടുകുടുങ്ങണ താളം കൊട്ടടി പവിഴ ചിങ്കാരി. ഓ ഹേ റസിയാ ഹേ റസിയാ മെഹറുബാ മെഹറുബാ പുതുക്ക പെണ്ണേ മെഹറുബാ. 10 കൊട്ട പൊന്ന് നിന്റെ മെഹർ മെഹറുബാ. നിന്റെ പകിട്ടില് കണ്ണ് വെക്കണ പുതുമണവാളൻ. അതുവരെ പാടിക്കൊണ്ടിരുന്നവരൊക്കെ അപ്പോൾ പാടാൻ പറഞ്ഞപ്പോൾ ചമ്മലായിട്ടൊക്കെ മിണ്ടാതിരുന്നു കേട്ടോ. എന്തായാലും ഭയങ്കര രസമായിട്ട് തന്നെ നമ്മൾ പെരുന്നാൾ ആഘോഷിച്ചു. പിന്നെ എല്ലാവരും ചേർന്നിരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിരിഞ്ഞത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം ഇതുപോലെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക്